ശരിയുക നമ്മുടെ നസീർ പോയതിനു ശേഷമേ റൂമിൻ്റെ എക്സ്പെൻസസ് കുറേ കൂടിയിട്ടുണ്ട്. അത് ഇലക്ട്രിക് ബില്ലായിട്ടും റൂമിൻ്റെ റെൻ്റായിട്ടും ഒക്കെ. ഇപ്പം തന്നെ അവൻ പോയിട്ട് 4-5 മാസം കഴിഞ്ഞു. ഇതുവരെ നമുക്കൊരു പകരക്കാരനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കുന്നേ കിട്ടായിരിക്കൂടാ. ആ പിന്നെ നസീർ പോയപ്പോൾ നമ്മൾ നടത്തിയ സെൻഡ് ഓഫ് പാർട്ടിയുടെ ഷെയർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളന്ന് മൊമെൻ്റോ മേടിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെ എല്ലാ എക്സ്പെൻസും കൂടെ. അതിപ്പോ എത്രയായി? അത് നമ്മൾ 3 പേർക്കും കൂടെ നോക്കുമ്പോൾ ഒരാൾക്ക് 210 റിയാൽ ആവുന്നുണ്ട്. 210. ഓക്കെ ഓക്കെ. നസീർ പോകാൻ നിങ്ങൾ വിളിച്ചിരുന്നോ? നിങ്ങളെ കൂടുതൽ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ പോയ സമയത്ത് വിളിച്ചിരുന്നു. പിന്നിപ്പോ ഒരു 3-4 മാസമായിട്ട് വിളിയൊന്നുമില്ല. ആരും പൊട്ടിയില്ല എന്ന് നോക്കി. ആരിത്? നസീറോ? നിന്നെ കുറിച്ച് ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതല്ലേ എന്തൊക്കെയുണ്ട് ശേഷം? നല്ല എന്തൊരു എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ പിന്നെ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ഇതില്ലാതെ അതൊന്നും പറയണ്ട. നമ്മള് വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങള് പറ്റാവത്ത. എന്താ പറ്റിയത്? അതായത് നമ്മള് ഈ വെക്കേഷന് പോകുന്നവരുള്ള നാടല്ല, നമ്മൾ നിർത്തിപ്പോകുന്നവരോ. ആളുകൾ നമ്മളോടുള്ള മെൻറ്റാലിറ്റി അവരുടെ നിലപാടൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായില്ലോ. ഞാനതെല്ലാം കൂടി എനിക്ക് അറിയാൻ പാടില്ലാത്ത ബിസിനസ് കൊണ്ടുപോയിട്ട് അവസാനം അതൊക്കെ നഷ്ടപ്പെട്ടു. നമുക്കറിയാത്തൊരു ബിസിനസ്സും ചെന്ന് നസീറുമായി. അതെ അതെ അതെ. പിന്നെ ഈ സാമ്പത്തികമായിട്ട് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓര് നമ്മളെ ചുറ്റുവട്ടത്തും ഉണ്ടാവും. കൂടാതാണെങ്കിൽ കുടുംബക്കാരാണെങ്കിലും ഒന്നും നമ്മൾ കണ്ടില്ല. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ആര് നാട്ടിൽ നിർത്തിപ്പോവുകയാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് നല്ലൊരു ഒരുക്കം തന്നെ വേണ്ടിയുണ്ട്. ചുരുങ്ങിയതൊരു 4-5 വർഷം മുമ്പേ നമ്മൾ ഒരുങ്ങണം. അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ കാര്യം ഒറ്റ കഷ്ടമാണ്. നീ പറഞ്ഞത് വളരെ കൃത്യമാണ്. നമ്മള് പ്രവാസത്തിൽ നിന്ന് പോവുകയാണെങ്കിലും അതല്ല ദുനിയാവിൽ നിന്ന് പോവുകയാണെങ്കിലും അതിനു മുന്നേ നല്ല മുന്നൊരുക്കം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പിന്നെ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് പോരാനായിട്ട് തീരുമാനിച്ചു. ഏത് പ്രയാസത്തിലും വന്നാലും നിങ്ങളുടെ അടുത്തൊരു കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങോട്ട് പോകുന്നതാ. അത് സാരമില്ലടോ, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ നിന്റെ ആ പഴയ ബെഡ് ഉണ്ടല്ലോ, ഇതാ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്.